വെൽക്കം ടു രുചി ലാബ്. നമ്മളെ കോഴിക്കോടൻ കല്യാണപ്പേരിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്ന അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ചങ്ങായിമാരെ, വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. നിങ്ങൾ ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ മടിയുള്ള ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഉള്ളിയൊന്നും വാട്ടി സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഈസി റെസിപ്പിയാണ്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കല്യാണപ്പുര ചിക്കൻ കറി തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി. ചിക്കൻ 1 കിലോ മുതൽ 1,200 വരെയൊക്കെ എടുക്കാം. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ്. കറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കുന്ന ജാറിലേക്ക് വലിയ അല്ലി വെളുത്തുള്ളി 6 2 ഇഞ്ച് നീളത്തിലുള്ള വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ആദ്യം നമ്മളൊരു പ്രഷർ കുക്കറിൽ മസാല മിക്സ് ചെയ്തിട്ട് പിന്നീടാണ് വേവിക്കുന്നത്. ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ കറിക്ക് വെളിച്ചെണ്ണ മസ്റ്റാണ്, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ വെള്ളം വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ തന്നെ വേണം, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി 2 മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് 250 ഗ്രാം ഉണ്ട്. ഉള്ളി ഈ രീതിയിലാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സവോള പരമാവധി ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ കറി റെഡിയായി കിട്ടുള്ളൂ. ഇനി ഒന്ന് തിരിച്ചു വെച്ച് പരമാവധി അടുപ്പിച്ച് സ്ലൈസ് ചെയ്യുക. ഇനി സെൻറ്റർ കട്ട് ചെയ്തിട്ട് മാക്സിമം ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് ശരിക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കറിയിൽ ഉള്ളി കടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലൊരു ചോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ചോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാൻ 200 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 35-40 ചെറിയുള്ളി ഉണ്ടാവും. ഇനി അരപ്പും ചേർത്ത് കൊടുത്തിട്ട് കൂടെ നന്നായിട്ട് പഴുത്ത 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് 200 ഗ്രാം ഉണ്ട്. 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം അഥവാ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി കറിയിലേക്ക് വേണ്ട മസാലകൾ ചേർക്കണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാദാ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു കളർ കിട്ടുക. ഇനി അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി 1.25 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉള്ളിയും തക്കാളിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആവണം. അതുകൊണ്ട് 1-2 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് കറീൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചുറ്റിലും ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം മാക്സിമം 1/2 കപ്പ് വരെ ചേർത്താൽ മതി, അതിലും കൂടുതൽ ചേർക്കരുത്, ശരിക്കും വെന്ത് കിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിക്കുക. തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താനെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ എല്ലാം നന്നായിട്ട് വെന്തുടയണം. ഇതുപോലൊരു കടായിയോ മറ്റോ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് മീഡിയം തീയിൽ വേവിക്കണം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ പീസിലും എത്തുന്ന ലെവലിൽ 1 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്.
ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ തന്നെ വരും. ചിക്കൻ തന്നെയുള്ള വെള്ളത്തിൽ വേവുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം വേവിക്കണം. ഇടയ്ക്ക് ഒരു തവണ ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു അല്ലി കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി വേവിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 20 മിനിറ്റ് സമയം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വേവുന്നവരെ വേവിക്കുക. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ചെറിയ ഉള്ളി കിട്ടാൻ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം 3 മീഡിയം സൈസ് സവോള വെച്ചും ചെയ്യാവുന്നതാണ്. നമ്മുടെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ നെയ്ച്ചോറിൻ്റെ ഈസി കുക്കർ റെസിപ്പി വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. ഈ ചിക്കൻ കറി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ്. നിങ്ങൾക്ക് കോഴിക്കോടൻ കല്യാണപ്പുര നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.